وأزواجه الطاهرات أمهات المؤمنين بسيد الجيلي عبد القادر قطب الوجود وبالرفاع الكابر وبأحمد البدوي الولي الفاخر وبسيد الشيخ الدسوقي الولي عنهم رضاؤك يا رحيم إلهنا عجل بفتح منك يا رحماننا. ആദരണീയരായ ആരിഫീങ്ങളും ആലിമീങ്ങളും സാദാത്യങ്ങളും നന്മയുടെ വിശേഷങ്ങൾ പലതും പറയാൻ പറ്റുന്ന അത്യപൂർവ വേദികളെ ഇന്നുള്ളൂ. അതിൽപ്പെട്ട ഒരു പരിശുദ്ധമായ വേദിയാണ്, സദസ്സാണ് ഇവിടെ. മശായിഖന്മാരുടെ വഴിയിൽ അല്ലാഹു തആല ചേർത്ത് വെച്ച ഖിസ്മത്തുൻ അസലിയ്യ, അനാദിയിൽ തന്നെ അല്ലാഹു വിഹിതമായി കണക്കാക്കിയ സൗഭാഗ്യത്തിന്റെ വിജയത്തിലേക്ക്, മാർഗത്തിലേക്ക് അല്ലാഹു തആല വഴി തെളിയിച്ച ഭാഗ്യവാന്മാര് മാത്രമുള്ള സുഅദാഇന്റെ ഒരു മജ്ലിസിലാണ്, ഒരു വേദിയിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സബ്ബിത്നാ മഅ മശായിഖിനാ ബിമശായിഖിനാ ആമീൻ. പ്രിയപ്പെട്ട സി ഹംസ സാഹിബ് മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ വിഖ്യാതമായ മസ്നവിയുടെ വ്യാഖ്യാതാവാണ്. അല്ലഫൽ അലിഫ്, അതിഗഹനമായ ആധ്യാത്മിക പീയൂഷം, അതിന്റെ മലയാളത്തിലെ വ്യാഖ്യാതാവാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഞാൻ പൂമുഖത്താണ്, വരാന്തയിലാണ്. സയ്യിദി നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം വരാന്തയിലാണ്, പൂമുഖത്താണ്, പിന്നെ എന്തു പറയാൻ. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടെ പറയാം, ആ മഹാകൊട്ടാരത്തിനകത്ത് ഒരു ഹാളിൽ അല്ലാഹു തആല ഈ വിനീതനും അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 98 മുതൽ ഏകദേശം 28 വർഷമായി സയ്യിദി ഗൗസുൽ അഅ്ളം അൽ-ബാസുൽ അശ്ഹബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് എല്ലാ ദിവസവും മുടങ്ങാതെ ഫാത്തിഹയും സമദിയയും സമർപ്പിക്കാനുള്ള ഒരു നിയോഗം, ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കുവാൻ യോഗ്യതയല്ല, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു സൗഹൃദ സമ്മേളനമാണ്. സിൽസില നൂരിയയുടെ സൗഹൃദ വേദി എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായി അടുപ്പമുള്ള, പരസ്പരമായ കുറെ കാര്യങ്ങളിൽ യോജിപ്പുള്ളവർ ഒരുമിച്ച് കൂടലാണ്. സ്വാഭാവികമായും മശായിഖുമാരെ അറിയുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരം സൗഹൃദ വേദികളെ സമ്പുഷ്ടിപ്പെടുത്തുകയും ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയും ചെയ്യൽ അത്യാവശ്യമാണ്. കേരളീയ അന്തരീക്ഷത്തിൽ, കേരളത്തിൽ ഇതിന്റെ ശാസ്ത്രീയമായ സംവിധാനം ഇല്ല. ഖാദിരികൾ പല വഴിയിലൂടെയുള്ളവർ നിരവധിയുണ്ട്, റിഫാഴികളും ഉണ്ട്. അഹമ്മദികൾ കൂടുതലായി അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളെ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. ദസൂഖികളും ഉണ്ട്. എന്നാൽ ഇവർക്കൊക്കെ യോജിക്കാവുന്ന ഒരുമയുടെ കുറെ മാർഗങ്ങളുണ്ട്. എന്നാലും മൻഹജ് വേറെയാണ്, താലിമാത്തുകൾ വേറെയാണ്. എന്റെ ശൈഖിലൂടെ എനിക്ക് പകർന്നു കിട്ടിയ മൻഹജും താലീമുമാണ് എന്റെ വഴി. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ ഒരു വഴി ഉണ്ടാവും.
അത് നിലനിർത്തിക്കൊണ്ട് തന്നെ, യോജിപ്പുകളും വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നായി സംഗമിക്കുവാനുള്ള സന്ദർഭങ്ങൾ തീർച്ചയായും നമ്മുടെ കേരളത്തിൽ വളരണം. മിസ്റുമായിട്ടാണ് ഈ വിനീതന്റെ കൂടുതൽ ആത്മീയ ബന്ധം, അറിയാം. അവിടെ മജ്ലിസു തുറുഖ് സൂഫി അൽ ആലില എന്ന വലിയൊരു ബോർഡുണ്ട്. 77 സൂഫി താവഴികളുടെ ശാഖകളുടെ സംയുക്തമായ ഒരു സഭയാണ്. അത് പരസ്പരം എല്ലാവരും ഒക്കെ പൂർണ്ണമായി അംഗീകരിക്കുന്നവര് എന്നല്ല അതിന്റെ അർത്ഥം. മൻഹജും തഅലീമും ഒക്കെ വേറെ വേറെ ആയിരിക്കും. എന്നാലും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാനും ഒരു വേദിയിൽ തന്നെ പരസ്പരം സംഗമിച്ച് സമ്മേളനം നടത്താനും തസവ്വുഫ് എന്ന അടിസ്ഥാന മുദ്രാവാക്യത്തെ ഉയർത്തിക്കാട്ടുന്നവർ തമ്മിൽ ഒരുമിക്കുവാനുമുള്ള ഒരു സംവിധാനമുണ്ട്. കേരളത്തിൽ അത്തരം ഒരു സംവിധാനത്തിന്റെ സാധ്യത ആലോചിക്കുവാൻ അർഹതയുള്ളവർ സിൽസിലയുടെ ആളുകൾ തന്നെയാണ്, നൂറുൽ മശായിഖിന്റെ മക്കളാണ്. കാരണം ഇവിടെ ഇതിന് ഒരു അജയ്യമായ വഴി തെളിയിച്ചത് 75 വർഷത്തിന്റെ അല്ല, നൂറ്റാണ്ടുകളുടെ വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ജാജ്വല്യമായ തിളക്കം ഈ 75 വർഷം കൊണ്ട് കേരളക്കരയിൽ സയ്യിദി നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹുവിലൂടെ വന്നിട്ടുണ്ട്. നിഷേധിക്കാനൊന്നും കഴിയില്ല. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം അത്തരം വഴികളൊന്നും അറിയാത്ത ഒരു കാലത്ത് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയുന്നു, നന്ദി പറയണമല്ലോ. പ്രിയപ്പെട്ട നൂറുദ്ദീൻ ബായി എന്നൊക്കെയാണ്, മുനീർ ബായി എന്നൊക്കെയാണ്, മുനീറുദ്ദീൻ. എനിക്കിന്നും അന്നും മുനീർ ബായിയാണ്. തസവ്വുഫിന്റെ നൂറുൽ മശായിഖ് തങ്ങളുടെ സാമീപ്യത്തിന്റെ സുഹബത്തിന്റെ തഅലീമാത്തുകളുടെ വലിയ അളവിൽ പകർന്ന കാലത്ത് വെറും ഒരു പച്ച മനുഷ്യനായി ഈ വിനീതൻ അദ്ദേഹവുമായി സംഗമിച്ചിരുന്നു. തസവ്വുഫിന്റെ തരീഖത്തിന്റെ മധുരം, അതിന്റെ പ്രായോഗികതയുടെ സൗന്ദര്യമൊക്കെ മുനീർ ബായിയുമായുള്ള ദിവസങ്ങളുടെ സമ്പർക്കം കൊണ്ട് ഈ വിനീതൻ അന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും അൽഹംദുലില്ലാ ഇന്നും നമ്മുടെ അഹ്ലുസുന്നയുടെ ഉലമാഅ് സൂഫിയത്തിന്റെ അടിസ്ഥാന ധാരയിലുള്ളവരാണ്. അവർക്കത് മാറ്റിവെക്കാനൊന്നും കഴിയില്ല. ഈ വഴിയോ എന്റെ ദസൂഖിയ വഴിയോ സ്വീകരിക്കുന്നതിന്റെ മുൻപ് വ്യക്തമായി ആരിഫീങ്ങളോടൊക്കെ ബന്ധമുള്ള നമ്മുടെ ഉലമാഅ്, സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ ഒക്കെ സമുന്നതരമായ ഉസ്താദുമാര് എന്നെയൊക്കെ വ്യക്തിപരമായി ഉപദേശിച്ചിട്ടുണ്ട്. നൂറുൽ മശായിഖുമായി ബന്ധപ്പെട്ട, നൂരിഷ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കക്കാട് ഒന്നും എതിർത്ത് സംസാരിച്ചു പോകരുത്. ആ ഒരു കാവൽ ഇന്നും അജയ്യമായി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നതിന്റെ സിർറ് അതാണ്. ഏത് സ്ഥലത്ത് പോയാലും സംഘടനാപരമായ ചില വൈരുദ്ധ്യങ്ങൾ ദുഃഖകരമാണ്. അതിന്റെ പേരിൽ ചില എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടാകാം. അതൊക്കെ പഴയകാല കഥ. ഇന്നിനി അതിന്റെ ആവശ്യമില്ല. അന്ന് തന്നെ തിരിച്ചറിയേണ്ടവര് സയ്യിദി നൂറുൽ മശായിഖിനെ ഒക്കെ ഖൽബ് കൊണ്ട് അറിഞ്ഞവരാണ്. 10-25 വർഷം ശൈഖായി മുറബ്ബിയായി ഏറ്റവും വലിയ ഇമാമായി മുമ്പിൽ കൊണ്ട് നടന്ന ഒരു മഹാത്മാവിന് സ്വാഭാവികമായും മറ്റെന്തോ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ ഭൗതികമായ എന്തോ സംഘടനാ സംവിധാനത്തിന്റെ പേരിലോ വിയോജിപ്പ് വന്നു പോയിട്ടുണ്ടാകാം. അത് തിരുത്താനും അത് പരിഹരിച്ച് സമവാക്യത്തോടു കൂടി മുന്നോട്ട് പോകാനുമാണ് കേരളത്തിലെ അഹ്ലുസുന്നയുടെ എല്ലാ സംഘടനാ ഉലമാക്കളും ശ്രമിക്കേണ്ടത്. ഇത് വിനീതമായ നമ്മുടെ ഒരു ആഗ്രഹമാണ്. ചില സംവിധാനങ്ങളുടെ പേരിലൊക്കെ അനൈക്യം ഉണ്ടായി പോയിട്ടുണ്ടാവും. എന്നാലും ഈ 75 വർഷ കാലഘട്ടത്തിൽ നൂറുൽ മശായിഖിന്റെ പ്രിയപ്പെട്ട മക്കള് ഖലീഫമാരും ഖലീഫത്തുൽ ഖുലഫാകളും അവരൊക്കെ വളർത്തിയ ഈ സംവിധാനത്തിനെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം ആർക്കെങ്കിലും പറയാനുണ്ടോ? കണ്ണടച്ച് എന്തെങ്കിലും അന്ധമായ വിരോധങ്ങൾ അറിവില്ലാത്തതിന്റെയോ വിവേകമില്ലാത്തതിന്റെയോ പേരിൽ പറഞ്ഞു പോകുന്നവർ പോലും നൂറുൽ മശായിഖ് സംവിധാനിച്ച ഈ ഒരു രീതിയെ പറ്റി അവർ വളർത്തിയെടുത്ത
ഈ 10,000-കണക്കിന് വരുന്ന മുരീദന്മാരെ കുറിച്ച്, അവരുടെ ജീവിത രീതി, അവർ കൊണ്ടു നടക്കുന്ന മര്യാദകൾ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കാര്യക്ഷമമായി ശ്രദ്ധിച്ച ഒരാളാണ്. എതിർപ്പുകളുടെ ഭാഗം നല്ലപോലെ ശ്രദ്ധിച്ചാൽ, അതൊക്കെ അകത്തേക്ക് പോയി നോക്കിയാൽ കേവലം ഭാഷാപരമായ ചില വൈരുദ്ധ്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 75 വർഷ കാലഘട്ടത്തിലെ ഈ തിളക്കം, അതിൽ അഭിമാനിക്കുന്നതോടൊപ്പം അതിനെ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്ത്, അതിനുള്ള ഒരു മുന്നേറ്റമാണ് നൂറുൽ മശായിഖിന്റെ മക്കൾ കാണിക്കേണ്ടത് എന്ന് ഉയർത്തി പറയുക. ഞാൻ ആലോചിച്ചു, ഇന്ത്യ രാജ്യത്ത് തസവൂഫിന്റെ വക്താക്കളിൽ മശായിഖന്മാരെ കൊണ്ട് നടക്കുന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ അർവാഹികളെ അള്ളാഹു ഏൽപ്പിച്ചത് മഹാനായ നൂറുൽ മശായിഖ് സയ്യിദി അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. ഇത് ചരിത്ര സത്യാണ്. പിന്നെ ത്വരീഖത്ത് എന്ന ഈ സംവിധാനം ലോകത്ത് ഭൂരിപക്ഷമാവുക എന്നൊരു വിഷയമില്ല, അങ്ങനെയില്ല. എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്, അത്വരീഖത്തു ലൈസത്ത് ലികുല്ലി നാസ്. പിന്നെ നമ്മൾ എന്തിനാ ബേജാറാവുന്നത്? അത് എല്ലാവർക്കും ഉള്ളതല്ല. ഖുർആൻ ശരീഫിന്റെ ഒരു ദർശനമുണ്ട്, വലാകിന്ന അക്സറ നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ വലാകിന്ന അക്സറ നാസി ലാ യഅഖിലൂൻ. ഭൂരിപക്ഷത്തെ, അക്സരിയത്തിനെ പുകഴ്ത്തി പറയുന്നില്ല എവിടെയും, മറിച്ച് അഖലിയത്തിനെ വഖലീലും മാഹും വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ ഗുരുനാഥന്റെ ഒരു ദർസിൽ നിന്ന് 20ഓളം ഖുർആനിക വചനങ്ങൾ അഗ്ലബിയ്യത്ത്, അക്സരിയ്യത്ത്, ഭൂരിഭാഗമുണ്ട് എന്നതിന്റെ പേരിൽ അത് ഹക്കായ വഴിയാകണമെന്നില്ല. അഖലിയ്യത്ത് എന്ന ഖലീലും മിൻ ഇബാദിയ ശകൂർ. അതുകൊണ്ട് ആ സദസ്സിൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹാഉലാഇൽ ഖലീൽ. അതാണ് നമ്മളൊക്കെ. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വരിക്കാൻ നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹുവിലൂടെ ഈ വെളിച്ചം കൽബിലേക്ക് എത്താൻ ഭാഗ്യം ലഭിച്ച ന്യൂനപക്ഷമാണ് നമ്മൾ. സയ്യിദി ഇബ്രാഹിം ദസൂഖിയിലൂടെ ആ വെളിച്ചം പകരാൻ ഭാഗ്യം ലഭിച്ച ന്യൂനപക്ഷമാണ് നമ്മൾ. എന്തായാലും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, അള്ളാഹുവിന്റെ അഹ്ലുകാരെ അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു. നിങ്ങളുടെയും നമ്മുടെയും ഒന്നും വാഗ്വൈഭവം കൊണ്ടല്ല. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനാണല്ല, നിങ്ങൾക്കതറിയാം. ഇത് നമ്മുടെ ഖലീഫമാരുടെ എല്ലാ ആദരവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അവരുടെ ഒന്നും വാഗ്വൈഭവത്തിന്റെ പവർ കൊണ്ടല്ല. ഖിസ്മത്തുൻ അസ്ലിയ്യ റബ്ബാനിയ്യ അൽഅർവാഹു ജുനൂദുൻ മുജന്നദ. ആ ലോകത്ത് വെച്ച് വിഹിതം വെച്ച് പോയിട്ടുണ്ട്, ഓഹരി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദരവായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഹിതം വെക്കപ്പെട്ട അവിടുത്തെ ഉമ്മത്ത് മുഅ്മിന, അവരിലേക്ക് ചേർക്കപ്പെട്ടു അർവാഹുകൾ. ഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആ ഒരു ഓഹരിയിൽ, ആ ഒരു മഹാകൂട്ടത്തിൽ അകപ്പെട്ടു. ഇനിയും അതിൽ നിന്ന് കളഞ്ഞെടുക്കപ്പെട്ട മഅരിഫത്തിനും മുശാഹദക്കും അല്ലാഹു തആല യോഗം കൽപ്പിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട ഒരു ചെറിയ വിഭാഗമുണ്ട്. അവരെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തത് തർബിയത്തിന് 4 അഖ്താബുകളുടെ കയ്യിലാണ്. അവരുമായി ബന്ധപ്പെട്ട ചേർക്കപ്പെട്ട മൻസൂബത്തു ഇലൈഹിം വേറെ കുറച്ച് മഹാന്മാരും, സയ്യിദ് അബുൽ ഹസൻ ഷാദുലിയെ പോലെ. ആ വഴിയിലൂടെ ചേർക്കപ്പെട്ടവരെ എന്റെ ശൈഖ് ഒരു ദിവസം തമാശ പറഞ്ഞു, അൽ അഖ്താബുൽ അർബഈലെ 4 പേരിൽ അഹ്മദുൽ കബീർ റിഫായിയാണ് ആദ്യമായി. അത് ചരിത്രഗണന മാത്രം നോക്കിയിട്ടല്ല, സൂഫിയത്തിന്റെ അകക്കാൻ പറയുന്നവർ പറയുക അഹ്മദ് റിഫായി, സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി, പിന്നീട് സയ്യിദ് അഹ്മദുൽ ബദവി, ആഖിറുൽ അഖ്താബ് സയ്യിദ് ഇബ്രാഹിം ദസൂഖി. അങ്ങനെ വരുമ്പോൾ വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്. അതിൽ ഖൗഫുൽ അഅ്മമിന് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് എമ്പാടും പല ലക്ഷങ്ങള് അല്ലാഹു തആല അവിടുത്തെ ജീവിതകാലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇന്തിഖാലിന്റെ ശേഷം
അത് ആരിലൂടെ പ്രകാശിക്കണമെന്നും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു കളിയും ഇനി ആർക്കും കളിക്കാൻ കഴിയില്ല. ഇത് വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന പദവിയല്ല. കൂടുതൽ ജനറൽ ബോഡിയിൽ ഉറക്കെ ശബ്ദിക്കുന്നവർക്ക് കിട്ടുന്നതല്ല ഇത്. ഇത് നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കിയതാണ്. അപ്പൊ നമ്മളെ അല്ലാഹു തആല ഈ ഖാദിമുകളായി വെച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യല്, അല്ലാഹുമ്മ സബ്ബിത്നാ മഅ മൗലാന ശൈഖ് ബി മൗലാന ശൈഖ്. അല്ലാതെ കഴിയില്ല. അയ്യുഹൽ മുഅ്രിദു അന്നാ ഫഇന്ന ഇഅറാദക മിന്നാ വലൗ അറദ്നാക ജഅൽനാ കുല്ല മാ ഫീക യുരിദ്നാ. ഹഖായ മശായിഖന്മാരുടെ വഴി കിട്ടിയിട്ട് കാരണമൊന്നുമില്ലാതെ എന്തോ ചില ചെറിയ കാരണത്തിന്റെ പേരിൽ പിന്തിരിഞ്ഞ് എന്നിൽ നിന്ന് ഓടിപ്പോകുന്ന പ്രിയപ്പെട്ടവനെ, നീ പോകേണ്ടി വന്നതും നമ്മെ കൊണ്ട് തന്നെയാണ്. ഈ വാക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്കാണ്. സുലൂക്കിലൊക്കെ എത്തിയിട്ട് ഏതെങ്കിലും ഭാഗ്യദോഷികൾ ചിലപ്പോഴൊക്കെ ഒന്ന് മങ്ങിപ്പോവും, ചിലപ്പോഴൊക്കെ ഒന്ന് മുങ്ങിപ്പോവും. ഞാൻ ആ രണ്ട് പദവും പറയലുണ്ട്. ചിലര് മങ്ങിപ്പോവും. പക്ഷെ തൗഫീഖ് ഉള്ളവർക്ക് പിന്നെയും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ഈ സുലൂക്ക് കിട്ടിയവരുമായി എങ്ങനെയെങ്കിലും ഒക്കെ ബന്ധപ്പെടും. പക്ഷെ പിന്തിരിഞ്ഞു പോകുന്നവരോട് മശായിഖന്മാര് പറഞ്ഞതായത്, അതും നമ്മളെങ്ങാനും നിന്നെ വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, വലൗ അറദ്നാക, നിന്നെ എനിക്ക് വേണം എന്ന് സയ്യിദി നൂറുൽ മശായിഖ് വിചാരിച്ചിരുന്നെങ്കിൽ, ജഅൽനാ കുല്ല മാ ഫീക യുരിദ്നാ, നിന്റെ ഓരോ രോമകൂപങ്ങളെയും നമ്മുടെ കാൽക്കീഴിൽ നിർത്തുമായിരുന്നു. അപ്പൊ അവര് നിർത്തിയാൽ നമ്മുടെ ഭാഗ്യം, അവര് കൂട്ടുപിടിച്ച് കിട്ടിയാൽ നമ്മുടെ മഹാഭാഗ്യം. അല്ലാഹുമ്മ സബ്ബിത്നാ ബിമശായിഖിനാ മഅ മശായിഖിനാ. ഈ 75 വർഷത്തെ ചരിത്രം, അത് എനിക്ക് നേരിട്ട് ഇടപഴകിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും ചില കേൾവികളൊക്കെ എന്നെ എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കേട്ട ഒരു ചരിത്രം ഇന്നലെ വേറെ രൂപത്തിൽ കേട്ടു. അത് പറയണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം വരെ പരിലസിച്ചിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബന്ധപ്പെട്ടവരിൽപ്പെട്ട ഏറ്റവും ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞു, CH വലിയൊരു ഭാഗ്യം വന്നിട്ടുണ്ട്, അത് കക്കാടിന് അറിയോ? അപ്പൊ അദ്ദേഹം നേരെ മകനോ മകന്റെ മറുമകനോ ഒക്കെയാണ്. അപ്പൊ അവര് കുറച്ചുകൂടി അടുത്ത് ബന്ധപ്പെടും. ഒരു വലിയ ആധ്യാത്മ ഗോപുരവുമായി വലിയ പ്രിയവും വലിയ സ്നേഹവും ഉണ്ടായിരുന്നു CH. എന്റെ ധാരണയാകെ ആ ഒരു സെക്കൻഡിൽ അങ്ങോട്ട് മാറി. നമ്മൾ കേട്ടുകേൾവിയിൽ നിന്നൊക്കെ ഓരോരുത്തരെ പറ്റി ഓരോ മുദ്ര വെച്ചിട്ടുണ്ടാവും. ഞാനത് പഠിച്ചു നോക്കിയപ്പോൾ ഹൈദരാബാദിൽ 1983 CH മുഹമ്മദ് കോയ സാഹിബ് നിമഗ്നരായപ്പോൾ അവരുടെ പേരിൽ മദ്ഹ് പറയാനും എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, എന്റെ സുഹൃത്താണ് എന്ന് പറയാനും മഹാവന്യരായ നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന വാർത്ത കേട്ട ആ നിമിഷം മുതൽ എന്റെ കൽബിൽ CH-നോട് മഹബത്ത് വർദ്ധിച്ചു. അതങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഞാനത് കേട്ടപ്പോൾ ഓർത്തത് ഉമ്മു കുൽസൂം എന്ന ഒരു കവയത്രി ഈജിപ്തിലും അറബ് ലോകത്തും. കവയത്രിയാണ്, പാട്ടുകാരിയാണ്, ഗായികയാണ്. നമ്മുടെ എല്ലാ മര്യാദകളും ഒന്നും യോജിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ അവര് വല്ലാതെ മദ്ഹ് പാടും. അറബ് ലോകത്തെ മുഴുവൻ വല്ലാതെ മദ്ഹുൻ നബിയിൽ വല്ലാതെ ഹർഷപുളകിതമാക്കിയ ഒരു പെൺകൊടിയായിരുന്നു ഉമ്മു കുൽസൂം. അവരവസാനം പറഞ്ഞിരുന്നത്രേ, എന്റെ ജനാസ നിങ്ങൾ ഇമാം സയ്യിദ് അൽ ഹുസൈന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. ആ വസിയ്യത്തിന് ഒരു യോഗം ഉമ്മു കുൽസൂം എന്ന ഗായികക്കുണ്ടായെങ്കിൽ ഇത് വലിയ കാര്യമായിട്ടാണ് മശായിഖന്മാർ കാണുക. ആ വസിയ്യത്ത് പ്രകാരം ഉമ്മു കുൽസൂം നിര്യാതയായപ്പോൾ ഈജിപ്തിലെ കൈറോയിലെ സയ്യിദുൽ ഇമാം അൽ ഹുസൈന്റെ മക്കാമിന്റെ പരിസരത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചു. ജനാസ കഴിഞ്ഞപ്പോഴേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലത്ര. ജനക്കൂട്ടം, 10,000 ഉമ്മു കുൽസൂമിനെ അങ്ങനെയായിരുന്നു അത്ര ഈജിപ്ഷ്യര് സ്നേഹിച്ചിരുന്നത്. കാരണം മഹബത്തിന്റെ ആളുകളാണ്, മഹബത്തിന്റെ പാട്ട് പാടുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒരു പുതിയ കേൾവിയായിക്കോട്ടെ. ഞാൻ മിസ്സൊന്ന് കേട്ടതാ. ഹംസ സാഹിബാണല്ലോ പലതും കേൾക്കണ ആള്. അൽഹംദുലില്ലാഹ്.
അവസാനം കേട്ടത് എന്താ അറിയോ? ഉമ്മു കുൽസൂമിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല, ആളുകളുടെ പ്രവാഹം. എങ്ങനെയെങ്കിലും ഈ അർശ് പുറത്തു വരെ എത്തിക്കാൻ സംവിധാനമില്ല. ആരോ പറഞ്ഞത്ര ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇമാം ഹുസൈൻ തങ്ങളുടെ മഖാമു ഷരീഫിന്റെ ഡോർ തുറന്നാൽ നേരെ അകത്തേക്ക് കയറ്റാം. എന്നാ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ സയ്യിദാത്തുകൾ, സ്ത്രീകൾ പുറത്തു പോകുന്ന ഡോറുണ്ട്, അതിലൂടെ അങ്ങ് കൊണ്ടുപോകാം. അക്കാലഘട്ടത്തിലെ സൂഫി മഹാന്മാര് പറഞ്ഞത് അതതുപോലെ ചെയ്തു. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമു ഷരീഫിനെ വലയം ചെയ്ത് അല്ലാഹുവിലേക്ക് പോയ പ്രിയപ്പെട്ട ഉമ്മു കുൽസൂമിനെ ഇനി ഏത് മലക്ക് ചോദ്യം ചെയ്യൂ? ഇത് അഖീദയാണ്, ഇതില്ലാത്തവർക്ക് വേണ്ട. ആ ഒരു മഹബത്തിന്റെ കാരണത്താൽ ഉദക്കമായി കിട്ടിയതാണ്. നൂറുൽ മശായിഖ് തങ്ങൾ പ്രിയപ്പെട്ട സിയച്ചുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ബന്ധം ഹൈദരാബാദിൽ അന്ന് ലഭിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുളിർമയുണ്ടായി. ഈ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളൊക്കെ. നമ്മൾ കേവലം ജനാസയുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഹയാത്തുള്ള സമയത്ത് അവരുമായി ബന്ധപ്പെടാനും അവരുടെ വഴിയിൽ മുറുകെ പിടിക്കാനും അവരെ ഏൽപ്പിച്ച കൈകളെ ശക്തിപ്പെടുത്താനും അല്ലാഹു തആല യോഗഭാഗ്യം തന്നവരാണ് നമ്മൾ. അല്ലാഹു തആല വഴിയിലൂടെ നമ്മളെ എന്നും നിലനിർത്തി വഴി നടത്തി തരട്ടെ. ഇന്ന് തസവ്വുഫിന്റെ അഹ്ലുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞു പോകാറുണ്ട്, ഇത് അധിക പ്രസംഗമല്ല. നമ്മള് മുസ്ലിമീങ്ങൾ അവരുടെ സംസ്കാരത്തെയും അവരുടെ ദർശന സൗന്ദര്യത്തെയും വളരെ ഭംഗിയായി അവതരിപ്പിച്ചില്ലെങ്കിൽ ഇസ്ലാമിന് പേരുദോഷം വരും. അത് ഇന്ന് വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ പറയേണ്ടതുപോലെ, പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടതുപോലെ ഏതെങ്കിലും രൂപത്തിലൊക്കെ പല രൂപത്തിലും നമ്മൾ പറഞ്ഞപ്പോൾ എതിർപ്പുകൾ വന്നു, വിമർശകർ വന്നു, അധിക്ഷേപകർ വന്നു. കാരണക്കാരാരാണ്? നമ്മൾ തന്നെയല്ലേ. എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ഹബീബായ റസൂലുള്ളാഹി എന്ന മഹത്തായ ചില്ലു കൊട്ടാരം, സ്ഫടിക സമാനമായ മഹാസൗധം, അതിനകത്ത് കയറി നിന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലര് അതിന്റെ ചില ഗ്ലാസും ചില പൊട്ടും പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ശത്രുക്കൾ, വിമർശകർ അകത്തേക്ക് ഇപ്പോഴും എറിയുന്നത്. എന്ന് പറഞ്ഞാൽ അന്യമത ദർശനങ്ങളെ പറ്റിയും വേദഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത വിവാദങ്ങളും തർക്കങ്ങളും അധിക്ഷേപങ്ങളും നടത്തുക. ഇത് ഇസ്ലാമിക പ്രബോധകരിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ട്. മുൻപൊന്നും ഇതില്ല. ഭഗവത്ഗീതയോ പോകട്ടെ മനുസ്മൃതിയെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഭാരതീയ വൈദിക പാരമ്പര്യങ്ങളെയോ നമ്മുടെ ഉലമാവ് ഒന്നും എതിർക്കാറും ചർച്ച ചെയ്യാറില്ല. അത് അവരുടെ വഴിയാണ്. അപ്പൊ അവരുടെ ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പ്രയാസാണെന്ന് പറയും. നമ്മുടേതൊക്കെ ഇപ്പൊ വിശ്വസിക്കാൻ ബുദ്ധിക്ക് കഴിയോ? അവരുടേത് കഴിയില്ല എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടേത് നമ്മുടെ ബുദ്ധിക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയോ? സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയും, സയ്യിദ്ന മറിയം അലൈഹിസ്സലാമിന്റെ വളർച്ച പറയും. ഇത് നമ്മുടെ ബുദ്ധിക്ക് ഇപ്പൊ യോജിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ? നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് നമ്മുടെ കൽബും ബുദ്ധിയും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ കൽബിന് പറയും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ നമുക്കൊരു വിരോധമില്ല. മറിയം ബീവി ബാപ്പ ഇല്ലാതെ ഉമ്മ മാത്രം ഉണ്ടായി. ഈസ അലൈഹിസ്സലാം വന്നു. ബാപ്പയും ഉമ്മയും ഇല്ലാതെ സയ്യിദ്ന ആദം അലൈഹിസ്സലാം വന്നിട്ടില്ലേ? പിന്നെ നമുക്ക് എന്താ അതിൽ വിശ്വസിക്കാൻ പ്രയാസം? എന്നാൽ അഖ്ലും ഖൽബും തമ്മിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയ അഖ്ലാനികളായ ആളുകൾ മശായിഖുമായി ഏതെങ്കിലും ഒരു നിലക്ക് ആത്മീയ ബന്ധമില്ലാത്തവരുടെ കൽബിനെ സ്ഥാപിക്കാൻ, അള്ളാഹുവിന്റെ വഴിയിൽ ഫുആദാക്കി മാറ്റാൻ സാധിക്കില്ല. എത്ര തന്നെ ഖുർആനിക പ്രമാണവും ഇസ്ലാമിക വായനയും നടത്തിയാലും കഴിയില്ല. ഇവരാണ് അർബാബുൽ ഖുലൂബ്. അപ്പൊ ഈ ബന്ധമില്ലാത്ത ആളുകൾ കൽബൊരു ലോകത്തും ബുദ്ധി ഒരു ലോകത്തും വിമർശങ്ങളെ ഉള്ളുപ്പോ ഇസ്ലാമിന്. ഇതിന് കാരണക്കാരായത് മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആവശ്യമില്ലാതെ നമ്മളിൽ ചിലർ കടന്നാക്രമിച്ചു. ഇപ്പൊ അതാ ഓക്കെ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങാണ് ഇപ്പോ. കാരണം ആ ഭാഷയിൽ മറുപടി പറയാൻ കഴിയില്ലല്ലോ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ബൽഖീസിന്റെ കൊട്ടാരം ദൂരെ നിന്ന് അടുത്തേക്ക് കൊണ്ടുവന്നു എന്നത് എങ്ങനെയാ നമ്മൾ മറുപടി പറയാ? ഖൽബില്ലാത്തവരുടെ ലോകത്ത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ഇല്ലാത്ത ലോകത്ത്, അംബിയ ഔലിയാക്കളുടെ ആധ്യാത്മിക സിദ്ധിയെ അടിസ്ഥാനപരമായി അംഗീകരിക്കാത്തവരോട് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നെടുപ്പം കിടന്നിട്ട് കുഴങ്ങുക. നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്, പണ്ഡിതന്മാര് തന്നെ വരുത്തി വെച്ച കുറെ വിനകൾ, ആ നൂൽക്കൂട്ടങ്ങൾ, വലിയ നൂലിന്റെ കൂട്ടോ ഇവരിത് അയച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇവർക്ക് തന്നെ ഇത് കെട്ടുകൊടുത്ത്
കഴിക്കാൻ കഴിയില്ല. അതില്ലാതിരിക്കണമെങ്കിൽ ഹകീമായ രീതിയിൽ പരിശുദ്ധ ദീനിനെ മുഖ്യമായി പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാ വേണം. അതുകൊണ്ട് അത് ലഭിച്ചവരാണ് നമ്മൾ. ഈ വേദിയിൽ വെച്ച് അഭിമാനത്തോടുകൂടി ഞാൻ പറയും, സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പാരമ്പര്യ പൈതൃകത്തിലൂടെ ഹൈദരാബാദിൽ നിന്ന് പിന്നീട് നമ്മുടെ കേരളക്കരയിലേക്ക് എത്ര വലിയ മഹോന്നതന്മാരിലൂടെയാണ് നമുക്കൊക്കെ ഈ വെളിച്ചം കിട്ടിയത്, ഈ പുതിയ തലമുറക്കൊക്കെ ഇത് കിട്ടിയത്. അവരുടെ വഴിയിലൂടെ ലഭിച്ച ഈ മഹത്തായ പ്രകാശം ആരുടെ മുമ്പിലും അടിയറ വെക്കില്ല. നമ്മുടെ ഖൽബിനെ അവർ ഹയാത്താക്കി. അവമൻ കാന മൈതൻ, മൈത്തായിരുന്നു നമ്മളൊക്കെ, സത്ത് പോയി ചത്ത് കിടക്കുകയായിരുന്നു ഖൽബ്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു ഫഅഹ്യൈനാഹു, അല്ലാഹു അവന്റെ ഉപകരണങ്ങളായി വെച്ചവരാണ്. അൽ അംബിയാഉ വൽ ഔലിയാഉ അദവാതുൻ ഫീ യദിൽ ഖുദ്റത്തിൽ ഇലാഹിയ, ഇലാഹിയായ ഖുദ്റത്ത് പ്രവർത്തിപ്പിക്കുന്നതിന്റെ ടൂൾസ് ആണ് അംബിയാക്കൾ ഔലിയാക്കൾ. അവരുടെ സഹകരണ സഹായത്തോടെ ഫഅഹ്യൈനാഹു, ഇതാണ് നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മശായിഖന്മാരിൽ നിന്ന് ഈ നവോത്ഥാനമാണ് കിട്ടിയത്, ഈ ഉജ്ജീവനമാണ് കിട്ടിയത്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു, പിന്നെന്ത് കിട്ടി? വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ആ നൂറ്, കേരളത്തിനോട് നൂറുൽ മശായിഖിനെ പറ്റി എന്തോ പറയണോ? വലിയ ഒരു അത്ഭുതമല്ലേ അത്. ആ പേര് സ്ഥാപിക്കപ്പെട്ടു. ഞാൻ ഫൈളിയാണ് ഞാൻ, മീൻ ഫൈളാബാദാണ് ഞാൻ. അവിടുന്ന് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയിരുന്നു. ഞാൻ ഈജിപ്തിൽ ചെന്ന് മൗലാന ഷേഖി എന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നപ്പോഴേ എന്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അൽ ഫൈളി. അപ്പൊ അവർ ചോദിച്ചു ഫൈളി ഇസ്മു ഖബീല. അപ്പൊ ഞാനുള്ളതുപോലെ പറഞ്ഞു തഖറജ്തു മിൻ ജാമിഅത്തി അന്നൂരിയ്യ ഫൈളാബാദ്. ഷെയ്ഖ് ഉടനെ തന്നെ മിൻ ഫൈളാബാദ് മിനൽ ഫൈളാൻ. ഈ പേര് ഈ കേരളത്തിന് കൊടുത്തത് ആരാ? ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, അരിയാധാരങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, പക്ഷെ ആ മഹാനുഭാവന്റെ ദീർഘവീക്ഷണം ആ പേര് അങ്ങനെ തന്നെ നിലനിർത്തി ഇന്നും അൽഹംദുലില്ലാഹ് നിലനിൽക്കുന്നു. ഇതിലപ്പുറം എന്ത് വേണോ? പക്ഷേ നൂറുൽ മശായിഖിന്റെ ഇപ്പോഴത്തെ തലമുറയോട് ഞാൻ പറയാറുണ്ട്, അടുത്ത തലമുറയിലൊന്നും ചിലപ്പോൾ ഇതൊന്നും ഓർമ്മ വയ്ക്കൂല. ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞിരുന്നു, കുറച്ചുകൂടി പ്രായമുള്ള സീനിയേഴ്സിനെ നേരിട്ട് അഭിമുഖം നടത്തണം. എന്നിട്ട് ആ കാലഘട്ടത്തിലുണ്ടായ ബന്ധത്തെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട കരാച്ചി ബാപ്പുഹാജി അവരുടെ ആ ഖാദിരിയുടെ നൂറുൽ മശായിഖിന്റെ മുരീദിന്റെ ഭക്ഷണം നിന്നിട്ടാണ് 4 കൊല്ലം ഞാൻ വളർന്നത്. അത്യാവശ്യം ഒരു പോത്തൊക്കെ ഒരു 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നീടേ അരുവിയിലേക്ക് പിന്നീട് 4 കൊല്ലം കൊണ്ട് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം 300 ഗ്രാം വീതം പോത്ത് കഴിക്കുമ്പോൾ 4 കൊല്ലം കൊണ്ട് ഒരു പോത്താവൂലേ? അത് ബാപ്പുഹാജിയുടെ ഫൗലല്ലേ? ആ ബാപ്പുഹാജി ഞങ്ങൾക്ക് ഈ ഭക്ഷണം തരുന്നതിന് എത്തിയതാരാ? നൂറുൽ മശായിഖിന്റെ ഒരു ആഹ്വാനല്ലേ? അതിന് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട്. ബാപ്പുഹാജി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന യോഗത്തിലേക്ക് ഹൈദരാബാദിൽ നിന്ന് വണ്ടി കയറി നൂറുൽ മശായിഖ് തങ്ങൾ തിരൂരെത്തിയിരുന്നു. കരിമ ചൊല്ലിക്കൊടുത്ത് യാത്രയാക്കിക്കൊടുത്തു. ഇതാണ് ശരിക്കുള്ള ഉപ്പയുണ്ടെങ്കിൽ മക്കളുടെ യാത്ര. അല്ലാഹുമ്മ ആമീൻ. അതുകൊണ്ട് ഈ ചരിത്രം 75 വർഷത്തെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, അല്ല 4 പേരാണ്. ഇത് നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് തസവ്വുഫിന്റെ അഹ്ലികാര്, ത്വരീഖത്തിന്റെ അഹ്ലികാര്, നമ്മുടെ അച്ചടക്കം, സംസ്കാരം, പെരുമാറ്റം, മര്യാദ, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം, അതിൽ നല്ല മര്യാദ കാണിക്കണം. നമ്മൾ എതിർപ്പിന്റെ ആളുകളല്ല, മറുപടിക്ക് മറുപടി കണ്ണനത്തിന്റെ ആളുകളുമല്ല. ഇത് എനിക്കൊക്കെ ബോധം തന്നത് എന്റെ ഷെയ്ഖാണ്. എന്നോട് പറഞ്ഞു, നിന്റെ ആരോഗ്യമാണ് എനിക്ക് പ്രശ്നം, നിന്റെ കണ്ടനാളങ്ങൾ വികസിച്ച് മറുപടി പറയുന്ന ഒരവസ്ഥ പാടില്ല. പിന്നെ നിന്റെ മശായിഖുമാരുമായി ബന്ധപ്പെട്ട് അപശബ്ദങ്ങൾ പറയുന്നതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ? അത് ഞാൻ പൊരുത്തപ്പെട്ടു, ഞാൻ അവർക്കും പൊരുത്തപ്പെട്ടു. നീ എന്ത് ചെയ്യൂ? നിന്റെ വഴിയിൽ ഖിദ്മത്ത് ചെയ്യൂ. ഈ ഒരു അച്ചടക്കം പുലർത്താൻ എല്ലാ തസവ്വുഫിന്റെ പേര് പറയുന്നവർക്കും സാധിക്കണം. അത് അൽഹംദുലില്ലാഹ് നിരീക്ഷിച്ചിടത്തോളം ആ ഒരു സന്തോഷത്തിന്റെ മൗനവും
അച്ചടക്കപൂർണമായ ഒരു പെരുമാറ്റ രീതിയും നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അല്ലാഹുമ്മ ആമീൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ പോലെ നമ്മളും ആയാൽ പിന്നെ നമ്മളുടെ യോഗ്യത എന്ത്? സംഘടനാ സംവിധാനത്തിന്റെ പേരിൽ സ്വാഭാവികം, രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പേരിൽ തീർത്തും സ്വാഭാവികം. അതൊക്കെ പിന്നെ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. അതവില്ലാതെ സംസാരിക്കുന്നവരോട് മറുപടിക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം എന്നോട് പറഞ്ഞത് അങ്ങനെയാ. ആ രീതിയിൽ തന്നെയാണ് ഈ 75 വർഷത്തിൽ. അതിൽ ചിലപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ചില സംവാദങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇന്ന് കേരളം ആവശ്യപ്പെടുന്നത് അതല്ല. ജനങ്ങൾ പ്രബുദ്ധരാണ്. അപ്പൊ നമ്മൾ ഖുർആന് സുന്നത്ത് ഇതാണ് നമ്മുടെ തഅലീമാത്തിൽ മശായിഖുമാർ പഠിപ്പിച്ചത്. അത് ഉയർത്തിപ്പിടിച്ച് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ബുദ്ധി ന്യായങ്ങളിലൂടെ തസവ്വുഫിന്റെ ആവശ്യകത പറയുക. എന്നാലോ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അതിനർഹരായ ആളുകൾ വരും. മശായിഖ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാന്തം എന്നതുപോലെയാണ് ഷെയ്ഖ്, മാഗ്നറ്റിക്. ഇരുമ്പ് ഒക്കെ മുനീതന്മാരുമാണ്. കഴിഞ്ഞു കഥ. അരി മുസ്ലിയാർ കുറെ ഗവേഷണം നടത്തിയിട്ടാണോ നൂറുൽ മശായിഖിനെ കണ്ടുകിട്ടിയത്? ആരുണ്ട് ഇവിടെ കയ്യോദിക്കാൻ? ഞാൻ ഗവേഷണം നടത്തി, പഠനം നടത്തി, 100 മശായിഖന്മാരെ പറ്റി ചരിത്രം പഠിച്ചു. അതിലേറ്റവും റാങ്ക് മാർക്ക് നൂറുൽ മശായിഖിനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്കോളർ അങ്ങനെയാണോ കണ്ടത്? നമ്മൾ ആ കാന്തത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇരുമ്പുകളാണ് നമ്മൾ, മാഗ്നറ്റിക് ആണ് മശായിഖന്മാര്. നമ്മൾ ആ വഴിയിൽ സമയമാകുമ്പോ 1 മിനിറ്റ് മുമ്പ് എത്താൻ കഴിയില്ല. ഞാൻ ഹൈദരാബാദിൽ നിസാമിയായി വേറെ ആവശ്യത്തിന് പോയപ്പോ മുനീർബായി കണ്ടു. മുനീർബായി ചില ചരിത്രങ്ങളും അവിടുത്തെ കഥകളും ഒക്കെ പറഞ്ഞു. അന്ന് ഞാൻ 0 ആണ്. പക്ഷെ 0 ആകുമ്പോ വല്ലാത്ത അഹങ്കാരത്തിന്റെയും എല്ലാം ഉണ്ടല്ലോ കയ്യിൽ. പക്ഷെ അന്ന് ഇതൊന്നും വരുന്നില്ല. സമയമാകുന്നത് വരെ കാത്തിരിക്കലേ മാർഗമുള്ളൂ. അപ്പോൾ ഈ ഉള്ള ആളുകളോട് 75 തികഞ്ഞ 100 ആഘോഷിച്ചു നമ്മുടെ ഉലമാവ്. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിശ്ചിതമായ ഹൈറായ പ്രവർത്തനങ്ങൾ, വ്യാപകമായ ജനങ്ങൾക്കിടയിലുള്ള മദ്രസ, പള്ളി, ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്ന ഒരു സംവിധാനമാണത്. അതിനെ നമ്മൾ അച്ചടക്കത്തോടെയും ബഹുമാനത്തോടെയും കാണണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത്. എന്നാൽ മശായിഖിന്റെ വഴി നിർണിതരായ ആളുകൾക്ക് കൽബിലേക്ക് വെളിച്ചം കത്തിക്കലാണ്. അതിന്റെ വഴിയാണ് നമ്മളെ അല്ലാഹു അനുഗ്രഹിച്ചത്. ഇത് നമുക്ക് ലഭിച്ചിട്ട് പിന്നെ നമ്മൾ അവരെ പോലെ സംസാരിക്കാൻ പറ്റുമോ? അവരൊക്കെ മറുപടിയും ഖണ്ഡനവും മണ്ഡനവും ഒക്കെ നടത്തുന്നത് പോലെ ഇല്ല. നമ്മുടെ കയ്യിൽ അൽ കിതാബു വസുന്ന, ഇതില്ലാത്ത ഒരു കുത്തുബും ഇല്ല. ഇതെന്തോ നമ്മളും ഉയരണം. നമ്മൾ നമ്മുടെ ഖുലഫാകളൊക്കെ തരുന്ന തഅലീമാത്ത് ആഴത്തിൽ ഓരോ മുരീദും പഠിക്കണം. എന്റെ ശൈഖ് പറയാറുണ്ട്, 25ഓളം പരിശുദ്ധ ഖുർആനിക വചനങ്ങള് ഒരു മുറബിയെ സ്വീകരിക്കൽ അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് നമ്പർ 8 എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തസവ്വുഫും സൂഫിസവും മശായിഖന്മാരും ഒക്കെ ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? എവിടെങ്കിലും ഒന്ന് ഉണ്ടായി കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. 20ലധികം ആയത്തുകളിലൂടെ മശായിഖന്മാരെ പിൻപറ്റുന്നത്. പക്ഷെ ഇതെല്ലാവർക്കും ഉള്ളതല്ല. തെളിവൊക്കെ ശരിയാണെന്ന് കരുതിയിട്ടൊന്നും കാര്യമില്ല. ഭാഗ്യമുള്ള ആളുകൾ അവര് ചിലതൊക്കെ അല്പം കിട്ടും, ചിലരുമായി ബന്ധപ്പെട്ടു. എന്നാൽ വലിയ വലിയ കഴിവുള്ളവര് ലഖിയും എല്ലാമായ ആളുകൾ കിട്ടുന്നില്ല. അവർ ഇസ്ലാമിക മക്തബയിൽ യോഗമുള്ളവരാണ്. അവരും ഇൻഷാ അല്ലാഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആക്കണ്ട, കുറച്ചുകൂടി ഉഷാറായിക്കോട്ടെ. ഞാൻ ചിലരോടൊക്കെ തമാശയും പറയാറുണ്ട്. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തസവ്വുഫ് എന്തിനാണ്? ഖലീഫത്തിന്റെ മാർഗമൊക്കെ എന്തിനാണ്? സ്വർഗത്തിൽ കടക്കരുതൊക്കെ നമ്മുടെ ആവശ്യം. അത് ഈ പഠിച്ചു വെച്ച കിതാബ് മദ്രസയിൽ ഇതൊക്കെ നടത്തിയാൽ പോലെ. അപ്പൊ ഞാനൊരു കുറുമ്പന്റെ ചോദ്യം ചോദിക്കാറുണ്ട്. അത് ഞാൻ വേദിയിലൊന്നും ചോദിക്കാറില്ല, പക്ഷെ ഇവിടെ വേദിയിലാണ്. ഞാൻ ചോദിച്ചു, ശാരദകളിലൊക്കെ ഏറെക്കുറെ ഒക്കെ ഉണ്ട്. ഏറെക്കുറെ കൊല്ലത്തിലൊരിക്കലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ 10 ആണ്ടുമൊക്കെ ആവുന്നുണ്ട്.
പള്ളി കമ്മിറ്റിക്കൊക്കെ പൈസ സംഭാവന ചെയ്യും. എപ്പോഴും ഒന്നും പോകില്ല, എപ്പോഴെങ്കിലും ഒക്കെ പോകും. ഇങ്ങനെ ഒരു മുസ്ലിമിനെ നമ്മൾ സങ്കല്പിക്കും. ഒരു മുസ്ലിമോ 70,000 മുസ്ലിങ്ങൾ മനസ്സിലായില്ലേ പറഞ്ഞ് ഷഹാദത്തിന് വേണ്ടി പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ശരീരമൊക്കെ ചെയ്യും. അത്യാവശ്യത്തിനുണ്ടാവും. പള്ളിയിലൊക്കെ പോകും. പിരിവിനൊക്കെ ഉസ്താദുമാരും എല്ലാം തന്നെ കൊടുക്കും. മാസത്തിൽ ഒരിക്കൽ പള്ളിയിൽ ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കും. നിസ്കാരമല്ലേ പോകും. ഇങ്ങനെയുള്ള ഒരു മുസ്ലിം പൗരൻ മരിച്ചാൽ പൗരപ്രമുഖനും ഉദാരമതിയും കൂടിയാണെങ്കിലോ എല്ലാവരും പോകൂലേ? അവിടെ കക്ഷി, പാർട്ടി, ഗ്രൂപ്പ് ഭേദമന്യേ ഇമാമ് നിൽക്കാൻ മത്സരിക്കൂലേ? എന്തൊരാൾ മരിച്ചാൽ നമ്മൾ വായിക്കലെന്താ? അള്ളാഹുവേ, പള്ളിയിൽ മര്യാദക്ക് വരാത്ത കള്ളനാണവൻ, ജുമാക്ക് പോലും കൃത്യമായി വന്നിട്ടില്ല, ഞാനിവിടെ പള്ളിയിൽ ഇമാമായിട്ട് 7 കൊല്ലായി, പള്ളി കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇട്ട് പൂട്ടിക്കളാം, ഞങ്ങൾ വെറുതെ അയച്ചു തരാം. അങ്ങനെയാണ് വായിക്കൽ. നമ്മൾ വായിക്കലെന്താ? ഒന്നും പോരാ. അത് ഈ പറഞ്ഞ മോമിനിയങ്ങൾ, സംഘടനാ പണ്ഡിതന്മാര്, നേതാക്കളൊക്കെ ജനാസയിലെ ഈ നിസ്കാരത്തിൽ ഇങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കാൻ. എന്നാ പിന്നെ നമുക്ക് ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ 10 ഉസ്താദന്മാരെ റെഡിയാക്കി അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക. അപ്പോഴും അടുത്ത് വരുന്നവൻ പറയും അതൊന്നും പറ്റൂല. പിന്നെ ഗ്രേഡിംഗ് ആണ് വിഷയം. ഗ്രേഡിംഗ് ആണ് വിഷയം. മർത്തബത്തുൽ ഇസ്ലാമിൽ മാത്രം കഴിഞ്ഞു കൂടുന്ന ഒരാള് ഈ വിധത്തിൽ കഴിഞ്ഞു കൂടിയാലും ഇൻഷാ അല്ലാഹ് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളാണ്. ഏതെങ്കിലും വിധത്തിലൊക്കെ അല്ലാഹുവിന്റെ കൃപ കൊണ്ട് പൊറുക്കപ്പെട്ടാൽ കഴിച്ചിലാകും. ഇത് കഴിച്ചിലായാ പോരാ, പിന്നെയോ സ്വർഗത്തിലെത്തിയാലും പോരാ. ദുനിയാവിൽ സ്വർഗീയത അനുഭവിച്ചാസ്വദിക്കാനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നവരാണ് ഈ കാണുന്ന മശായിഖന്മാരുടെ മക്കൾ. ദുനിയാവിലെ സ്വർഗീയതയാണ്. അതേത് ഹക്കായ ശൈബു ആവട്ടെ, അവരുടെ മക്കളൊക്കെ ഒരു സ്വർഗീയ വാസ പ്രതീതി ആസ്വദിച്ചനുഭവിച്ച് സന്തോഷിക്കുന്നവരാണ്. ആ വഴി നമുക്ക് കിട്ടണമെങ്കിൽ അതിനെന്താ മാർഗം? യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ഹിസ്മത്തുൻ അസലിയത്തുൻ റബ്ബാനിയത്തുൻ അൽഅർവാഹു ജുനൂദുൻ മുജന്നദ. നമുക്കൊന്നേ പറയാൻ കഴിയൂ. പുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ലക്ഷോപലക്ഷ ആളുകളുണ്ട്. അവരിലും ഈ വെളിച്ചത്തിന് യോഗമുള്ളവരുണ്ടാകും. അവരുടെയൊക്കെ മുന്നിൽ നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ തസ്ബീഹ്മാലന്റെ ഒരു ചെറിയ കിലുക്കം, നമ്മുടെ വേഷത്തിന്റെയും രൂപത്തിന്റെയും ആ അച്ചടക്കത്തിന്റെയും പ്രചാരണം അങ്ങനെയാണ്, പ്രബോധനം അങ്ങനെയാണ്. ബഹളമൊന്നും വേണ്ട. ഇതിന്റെ അഹിലുകാർ ഇതിൽ എത്തിച്ചേരും. ഖിയാമത്ത് നാൾ വരെ എത്തിച്ചേരും. اللهم اجعلنا منهم اللهم ثبتنا معهم اللهم آمين. അതുകൊണ്ട് ഖുർആൻ സുന്നത്ത് പ്രമാണങ്ങളെയും ആധുനിക കാലഘട്ടത്തിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള മശായിഖന്മാരെ പറ്റിയുള്ള വർത്തമാനങ്ങളും അത് മാത്രം നമ്മുടെ ലോകത്ത് പറഞ്ഞ് നമ്മുടെ അഹിലുകാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് അത് ലോകമുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും കേൾക്കും. ഒരു രശ്മി, ഒരു സ്പാർക്ക് അവർക്കൊക്കെ കിട്ടിയാൽ നാളെ മറ്റന്നാൾ അവരും വരും. നമ്മൾ ആരോടും വഞ്ചനം കാട്ടരുത്, നമ്മൾ ആരെയും കളിയാക്കരുത്. അവരിത് കുറഞ്ഞുപോയി, നമ്മുടെ ഉഷാറാണ് എന്നൊന്നും പറയണ്ട. നമുക്ക് ആത്മകഥം ചെയ്യാം. അൽഹംദുലില്ലാഹി ലദീ ഹദാനാ ലിഹാദാ ലിഹാദാ. അതെനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മിസ്റിൽ ഒരു സ്റ്റേജിൽ വെച്ച് ചൈനയിൽ വന്ന ഒരു മുരീദ് അൽഹംദുലില്ലാഹി ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അത് സ്വർഗത്തിൽ പറയുന്നതല്ലേ? ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗീയ സൗന്ദര്യത്തിന്റെ അനുഭൂതിയിലേക്ക് എത്തിയാൽ ദുനിയാവെന്നും പറയുന്നതിനെ നമ്മുടെ മശായിഖിലേക്ക് നമ്മെ ചേർത്തി തന്ന അല്ലാഹു നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പഠനം കൊണ്ടല്ല, നമ്മുടെ അന്വേഷണം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقيناك يا رب.
അല്ലാഹുമ്മ ആമീൻ. ഞാൻ ഈ പറഞ്ഞതൊന്നും ഈ മജ്‌ലിസിൽ പറയേണ്ടതാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്റെ ചില അറിവ് കുറവുകൾ നിങ്ങളുമായി പങ്കുവെച്ചു. നൂറുൽ മശായിഖിന്റെ ആ സൗഭാഗ്യ പ്രസരണം നിങ്ങളുടെ മുഖത്തൂടെ, നിങ്ങളുടെ ചുണ്ടിലൂടെ, നിങ്ങളുടെ ഓരോ ഖാൻഖാഹുകളിലൂടെ, നിങ്ങളുടെ ഓരോ വേദികളിലൂടെ പ്രസരണം ചെയ്യാൻ നിങ്ങൾക്കും എനിക്ക് അല്ലാഹു തആല സമ്മാനിച്ച് സൗഭാഗ്യമാക്കി തന്ന ആ വെളിച്ചത്തിന്റെ കൈത്തിരി കൽബിലും നാവിലുമായി നിലനിർത്തി നമുക്ക് അല്ലാഹു തആല തന്ന ഈ വെളിച്ചത്തെ നട്ടു വളർത്താം, പരിപോഷിപ്പിക്കാം. സബബതു അലൽ ജർദാഇ മാഇയ അംബതത് വഅസ്മാറ നബ്തി ബൈന യൗമിൻ വലൈലതി. തരിശായി കിടന്നിരുന്നു നമ്മുടെ ഭൂമിക, നമ്മുടെ പൽവകം. ഈമാനുണ്ട്, മഹബത്തുണ്ട്, റസൂലുള്ളാഹി ആര്, മുശാഹദയുണ്ട്, മഅരിഫത്തുണ്ട്, ഒന്നും അറിയാത്ത സബബതു അലൽ ജർദാഇ, അല്ലാഹുവിനെ അറിയാത്ത, റസൂലുള്ളാഹിയെ അറിയാത്ത, ഉൾക്കൊള്ളാത്ത, അതെ അവരുടെ പൽവകങ്ങളിലേക്ക് ഇവര് നൽകുന്ന ഈ പാനപീയൂഷം, ഈ ആത്മജലം അത് കൽബിലേക്ക് അവർ ഒഴിപ്പിച്ചു തന്നാൽ, അവരൊരൽപ്പം ഉറ്റിച്ചു തന്നാൽ, അവരത് ഒഴിപ്പിച്ച് നമ്മുടെ കൽബിലേക്ക് ഉറ്റിച്ചു തന്നാൽ, ഒരൊറ്റ ദിവസം മതി ആ വെളിച്ചം പ്രകാശിക്കാൻ. അത് പ്രകാശജ്വാലയായി നമ്മുടെ കൽബകത്തെ ദഖൽതു ഖുലൂബൻ ലം തറല്ലാഹ ഖാലിഖൻ ഫസാറത് ബിഫദ്ലില്ലാഹി മിൻ അഹ്ലി വഹദതി. നമ്മുടെ മശായിഖ്മാരൊക്കെ അല്ലാഹു അവർക്ക് നൽകിയ നിഅമത്ത് ഉയർന്ന അളവിൽ ഘോഷിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ അഭിമാനിക്കാം, നമുക്ക് ആ വഴിയിലൂടെ നടക്കാം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക വമന്നിക വഫദ്ലിക വകറമിക يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.